വി എസിനെ കൂട്ടുപിടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രക്ഷപ്പെടാൻ നോക്കണ്ട എന്ന എ സുരേഷിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു. RSSുമായുള്ള വിവാദത്തിലേക്ക് വി എസ് അച്യുതാനന്ദനെ കൊണ്ടുവന്നതിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന എ സുരേഷ് രംഗത്തെത്തിയത്. വി എസിനെ കൂട്ടുപിടിച്ച് വി ഡി സതീശൻ ഗോൾവാൾക്കറുടെ പടത്തിനു മുന്നിൽ വിളക്ക് കൊളുത്തിയതിനെ മറയ്ക്കാൻ നോക്കേണ്ടെന്നായിരുന്നു സുരേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. 2013 മാർച്ച് 13 തിരുവനന്തപുരം ഹസൻ മരക്കാർ ഹാളിൽ ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിച്ച സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പി പരമേശ്വരൻ എഡിറ്റ് ചെയ്ത പുസ്തകത്തിന്റെ പ്രകാശനത്തിനാണ് വി എസ് പങ്കെടുത്തത്. സുഗതകുമാരി കൂടി അഭ്യർത്ഥിച്ചിട്ടാണ് പരിപാടിയിൽ പങ്കെടുത്തത്. അതൊരു RSS പരിപാടി ആയിരുന്നില്ല. സ്വാമി വിവേകാനന്ദനെ ഹൈജാക്ക് ചെയ്യാനുള്ള RSS ശ്രമങ്ങളെ വിമർശിച്ചുകൊണ്ടും അവരുടെ വർഗീയ അജണ്ടയെ തുറന്നു കാട്ടിയുമായിരുന്നു അന്ന് വി എസ് പ്രസംഗിച്ചതെന്നും സുരേഷിന്റെ കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഇന്നലെ മലമ്പുഴയിലെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പൊതുയാത്രയിൽ എ സുരേഷ് പങ്കെടുത്തിരുന്നു. പാലക്കാട്ടെ വേദിയിൽ CPMനെതിരെ രൂക്ഷ വിമർശനവും ഉയർത്തിയിരുന്നു. വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകിയതുപോലെ തനിക്കും ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകിയെന്ന് സുരേഷ് പറഞ്ഞു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഒരു പാർട്ടിയിലും ചേരാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മലമ്പുഴയിൽ മത്സരിക്കാനാണ് സുരേഷിന്റെ തീരുമാനം. മലമ്പുഴയിൽ വി എസിന്റെ മകൻ അരുൺകുമാർ മത്സരിച്ചാൽ താൻ പുനർവിചിന്തനം നടത്തുമെന്ന് സുരേഷ് പറഞ്ഞിരുന്നു. ഇനിയും വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു സുരേഷിന്റെ വരവിനോടുള്ള വി ഡി സതീശന്റെ പ്രതികരണം.